അച്ഛനും അമ്മയും ആരെന്നറിയാത്ത, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഇടമാണ് ശിശുക്ഷേമ സമിതി. തലസ്ഥാന നഗരത്തിലുള്ള ഇടം. ഇവിടെയാണ് 2.5 വയസ്സുള്ള പിഞ്ചു പൈതലിന് ഇത്തരമൊരു വലിയ ക്രൂരത ഏറ്റിരിക്കുന്നത്. രാത്രി കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിഞ്ചു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ ഇവരുടെ ആയമാർ, ഇവിടെ കുഞ്ഞിനെ നോക്കുന്നവർ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ കേസിലെ 1-ാം പ്രതിയായ അജിത അതിക്രൂരമായി പിഞ്ചു പൈതലിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസം 24-ാം തീയതി ഇക്കാര്യം കൂടെ ജോലി ചെയ്യുന്ന 2 ആയമാരോട് കൂടി പറഞ്ഞു. പക്ഷേ ഇവർ 3 പേരും ഇക്കാര്യം ഒന്നും തന്നെ അധികൃതരെ അറിയിക്കാൻ തയ്യാറായില്ല. ഇക്കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെയുള്ളവർ ചെയ്തു. അത്തരത്തിലാണ് ഇവർ 3 പേർക്കുമെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതി അജിതയാണ്. സിന്ധുവും മഹേശ്വരിയുമാണ് അജിതയ്ക്കൊപ്പം അറസ്റ്റിലായ മറ്റു 2 പേർ. ഇവരുടെ 3 പേരുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിൽ ഡ്യൂട്ടിക്ക് കയറിയവർ ഈ സംഭവം അറിഞ്ഞ ശേഷമാണ് അധികൃതരെ വിവരം അറിയിക്കുന്നത്. അതുവരെ ആ പിഞ്ചു കുഞ്ഞ് വേദന കൊണ്ട് പൊളിയുകയായിരുന്നു. തുടർന്ന് തൈക്കാട് ആശുപത്രിയിലെത്തി ചികിത്സ ലഭ്യമാക്കി. ജനനേന്ദ്രിയത്തിന് പുറമെ കൈക്ക് പുറത്തും പിൻഭാഗത്തും പിഞ്ചു കുഞ്ഞിന് മുറിവേറ്റിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കുഞ്ഞിന് തൈക്കാട് ആശുപത്രിയിലെത്തി ചികിത്സ ലഭ്യമാക്കുന്നത്. തുടർന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. 70ഓളം പേരുടെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ 2 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് ഈ കുറ്റസമ്മതം നടത്തിയത്. ഇവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തലസ്ഥാനത്തെ ശിശുക്ഷേമ സമിതി. ഇപ്പോൾ അറസ്റ്റ് ചെയ്തവർക്കെതിരെ മുൻപും പരാതികൾ ഉയർന്നിട്ടുണ്ട്. കുട്ടികളെ കൈകൊണ്ട് അടിച്ചതിൻ്റെ പേരിൽ. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം തേച്ചുമാച്ച് കളയുകയായിരുന്നു. അമ്മത്തൊട്ടിലിൽ ആരാരെന്ന് അറിയാതെ പോലും ഉപേക്ഷിച്ചു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ശിശുക്ഷേമ സമിതിയിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമോ? ഇതിനെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിക്കുമോ? ഇത്തരം പല ചോദ്യങ്ങളുമാണ് ഉയരുന്നത്. ആരാരുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ഇനി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുക? ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.